അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അനാവൃതമായ സംഭവങ്ങളെ ചെറിയ രീതിയിൽ ഒപ്പിയെടുത്ത് അതിൽ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളടക്കം പ്രേക്ഷകർക്ക് നൽകുന്ന സുന്നി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ റബീ ക്യാമ്പയിനിൻ്റെ ശ്രദ്ധേയമായ പരിപാടിയിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമഗ്രവും സമ്പൂർണവുമായ ആ ജീവിതത്തിൻ്റെ അടരുകളിൽ നിന്ന് അല്പം മാത്രം അടർത്തിയെടുത്ത് സമൂഹത്തിനു മുന്നിൽ 30 ദിവസങ്ങളിലായി സമർപ്പിക്കുകയാണ് ശ്രദ്ധേയമായ ഈ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം സമ്പൂർണ്ണം സമഗ്രം എന്ന് പറയുമ്പോൾ കുറവുകൾ ഉണ്ടാകാത്ത വിധം അതിനെ പഠിക്കാനും പരിചയപ്പെടുത്താനും സമൂഹത്തിനു മുന്നിൽ സമ്പൂർണതയോടുകൂടി വായിക്കാൻ സാധിക്കുന്ന വിധം വിലയിരുത്താനും കഴിയുമ്പോഴേ ഇത്തരം അവകാശവാദങ്ങൾക്ക് സത്യത്തിൽ പ്രസക്തി, പ്രാധാന്യവും കഴമ്പും കാമ്പും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ ജീവിതം ആ രീതിയിൽ വിലയിരുത്തുകയും അതിൽ നിന്ന് സമ്പൂർണതയുടെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന വസ്തുതകൾ സമൂഹത്തിനു മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ ജീവിച്ചപ്പോൾ പ്രവാചകരുടെ കുടുംബ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഭാര്യ പിതാവ് എന്ന രീതിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ വായിച്ചെടുക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു സംഭവം, ഒരു ചീന്ത്, ഒരു ചിത്രം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അഥവാ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം തൻ്റെ സ്വഹീഹിൽ ചേർത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത ഫാത്തിമത റളിയല്ലാഹു അൻഹ. ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്നു. ഫലം യജിദ് അലിയൻ ഫിൽ ബൈത്ത്. മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകൻ അലിയെ അഥവാ പുത്രി ഭർത്താവ് അലിയെ വീട്ടിൽ കാണുന്നില്ല. ഫഖാല, സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു, ഐന ഇബ്നു അമ്മിക, എവിടെ പോയി വീട്ടുകാരൻ? ഇബ്നു അമ്മിക എന്നാണ് മുത്തുനബി പ്രയോഗിച്ചത്. നിന്റെ പിതൃവ്യ പുത്രൻ എവിടെ പോയി എന്നാണ് ആ വാക്കിൻ്റെ ശരിയായ പരിഭാഷ. ഭർത്താവ് എന്ന് ചോദിക്കുന്നതിന് പകരം വീട്ടുകാരൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ആ ഒരു പ്രയോഗത്തിലൂടെ തന്നെ മാനസികമായ അടുപ്പത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന വിധത്തിലുള്ള വാക്ക് പ്രയോഗിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത്. ഏതാണെങ്കിലും ചോദ്യത്തിൻ്റെ പൊരുൾ ഭർത്താവ് എവിടെ എന്നാണ്. ഫാത്തിമ ബീവിയോട്, പ്രിയപ്പെട്ട പുത്രിയോടുള്ള ഈ ചോദ്യത്തിൻ്റെ പൊരുൾ. ഖാലത്ത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ബൈനി വബൈനഹു ശൈഉൻ ഫഗാലബൻ. എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ചെറിയ ഒരു സംഗതി ഉണ്ടായി. ഫഗാലബൻ, അങ്ങനെ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. ഫഖറജ, എന്നോട് ദേഷ്യം പിടിച്ച് അദ്ദേഹം പുറത്തു പോയതാണ്. ഫലം യഖിൽ ഇന്ദി, എൻ്റെ അടുക്കൽ ഇന്ന് ഉച്ചക്ക് ഉള്ള വിശ്രമത്തിന് വീട്ടിൽ കഴിച്ചു കൂട്ടിയിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സന്ദർശനം
ആ ഒരു ഉച്ച സമയത്തായിരുന്നു എന്ന് ഈ സംഭവം, ഈ പശ്ചാത്തലം, ഈ ഒരു വിവരണത്തിലൂടെ അതിൻ്റെ സമയ പശ്ചാത്തലം നമുക്ക് ഊഹിക്കാൻ കഴിയും. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഞങ്ങൾക്കിടയിൽ ചെറിയ ഒരു സൗന്ദര്യപ്പിണക്കം, അതാ ഷെയ്ഖുൻ എന്ന പ്രയോഗം, ഹദീസിന്റെ പ്രയോഗം, ഞങ്ങൾക്കിടയിൽ ചെറിയ ഒരു സൗന്ദര്യപ്പിണക്കമുണ്ടായി. അങ്ങനെ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് പുറത്തു പോയതാണ്. ഇന്ന് ഉച്ചവിശ്രമത്തിന് എൻ്റെ കൂടെ വീട്ടിൽ അദ്ദേഹമില്ല എന്ന് പ്രിയപ്പെട്ട പുത്രി മറുപടി പറയുന്നുണ്ട് പ്രിയപ്പെട്ട പിതാവിനോട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലി ഇൻസാനി, ഒരാളോട് പ്രിയപ്പെട്ട പ്രവാചകർ പറഞ്ഞു, ഉൻദുർ ഐനഹു, അദ്ദേഹം എവിടെയെന്നൊന്ന് നോക്ക്. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളിൽ ആരോടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയാണ്, വീട്ടിലില്ലാത്ത അലി, വീട്ടിലില്ലാത്ത മരുമകൻ, വീട്ടിലില്ലാത്ത പുത്രി, ഭർത്താവ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ. നബി തങ്ങളുടെ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അന്വേഷിക്കാൻ വേണ്ടി പോവുകയും തിരിച്ചു വരികയും ചെയ്തു. ഫഖാൽ, വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹു മസ്ജിദ് റാഖിദ്, അദ്ദേഹം പള്ളിയിൽ കിടക്കുന്നുണ്ട്, അലി പള്ളിയിൽ കിടക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം നബി തങ്ങൾക്ക് റിപ്പോർട്ട് നൽകി. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വഹു മുത്തജിയൻ, പള്ളിയിലെത്തി നോക്കുമ്പോൾ അലി പറഞ്ഞതുപോലെ തന്നെ അലി കിടക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. കസഖത റിദാഉ, ചെരിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മേൽമുണ്ട് അൻഷിഖ്ഹി, അദ്ദേഹത്തിന്റെ ശരീര പാർശ്വങ്ങളിൽ നിന്ന്, ഭാഗത്തിൽ നിന്ന് ഉറക്കുകൊണ്ട് വീണു പോയിട്ടുണ്ട്. അസ്വാബഹു തുറാബ്, അങ്ങനെ മേൽമുണ്ട് മാറിപ്പോയ ഭാഗത്ത് നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് മണ്ണ് പുരണ്ടിട്ടുണ്ട്, മണ്ണ് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗത്തിന് സാക്ഷിയാവുകയാണ്. പ്രിയപ്പെട്ട മരുമകനെ അന്വേഷിച്ചപ്പോൾ വീട്ടിലില്ലെന്ന് പറഞ്ഞ, എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്വഹാബികളിൽ ആരോടോ, ശിഷ്യന്മാരോടോ നിർദ്ദേശം നൽകി അവരെ കണ്ടെത്തി. പള്ളിയിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാൻ പറയൂ എന്ന് പറയുന്നതിന് പകരം, നിർദ്ദേശിക്കുന്നതിന് പകരം, ഞാൻ വീട്ടിലുണ്ട്, വീട്ടിലേക്ക് വരാൻ അലിയോട് പറയൂ എന്ന് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ശൈലിയും ശീലവും അനുസരിച്ചുകൊണ്ട് നിർദ്ദേശിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുകയും കിടക്കുന്ന അലിയുടെ അടുത്ത് ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ അലിയുടെ ശരീരത്തിൽ നിന്ന് മേൽമുണ്ട് വീണുപോയി, അദ്ദേഹത്തിൻ്റെ മേനിയിൽ മണ്ണ് പുരണ്ടിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അൻഹു, ഹദീസിന്റെ കൃത്യമായ പ്രയോഗമാണ്. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ മണ്ണിങ്ങനെ തുടക്കാൻ തുടങ്ങി, മണ്ണിങ്ങനെ മാറ്റി തുടക്കാൻ തുടങ്ങി. യഖൂലു, ഇത് പറയുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖും യാ അബാ തുറാബ്, ഖും യാ അബാ തുറാബ്. അബൂ തുറാബ് അത് പ്രയോഗമാണ്. മണ്ണിന്റെ പുത്ര, മണ്ണിന്റെ പിതാവ് എന്ന് മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തും. പക്ഷെ മണ്ണുമായി പുരണ്ട് കിടക്കുന്ന, മണ്ണിൽ പുരണ്ട് കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിനോട്, മരുമകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി പറയുകയാണ്, ഖും യാ അബാ തുറാബ്. ഇത് പറഞ്ഞുകൊണ്ട് ശരീരത്തിലുള്ള മണ്ണൊക്കെ തട്ടിക്കൊടുത്ത് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, സമ്പൂർണമായ സമഗ്രമായ ആ ജീവിതത്തിൽ നിന്ന് ആർക്കും സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലുള്ളവർക്കും പകർത്താനും മാതൃകയാക്കാനും പറ്റുന്ന സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു അടർ മാത്രമാണ് ഇത് സംബന്ധമായി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. സമാനമായ സംഭവങ്ങൾ മഹദി ഫാത്തിമയുമായി ബന്ധപ്പെട്ട്, പ്രിയപ്പെട്ട പേരക്കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മുടെയൊക്കെ കണ്ണ് നിറക്കുന്ന ഒരു വല്യുപ്പ എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ വളരെ മനോഹരമായ ചിത്രങ്ങൾ ഏതു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും, ഏതൊക്കെ രീതിയിൽ ഉയർന്നവരാണെങ്കിലും വളർന്നവരാണെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ, ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, മാതൃകയാക്കാൻ പറ്റുന്ന സമാനമായ ഒട്ടേറെ സംഭവങ്ങൾ വേറെയും രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സംഭവം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.